ഹായ് ഫ്രണ്ട്സ്, ഡെവലപ്പർ മാസ്റ്റർ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഫംഗ്ഷനെ കുറിച്ചാണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഫംഗ്ഷൻ sample1 എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിനകത്ത് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് സാമ്പിൾ ഫംഗ്ഷൻ 1 എന്നുള്ളൊരു പേര് ഞാൻ അതിനകത്ത് കൊടുത്തു. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്തൊരു ഫംഗ്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുക. sample2 എന്നുള്ളൊരു മറ്റൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ അതിനകത്ത് എന്ത് ചെയ്തു, ആദ്യം ക്രിയേറ്റ് ചെയ്ത ഈ ഫംഗ്ഷനെ ഞാനിവിടെ കോൾ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും ഇതിനകത്ത് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് സാമ്പിൾ ഫംഗ്ഷൻ 2 എന്നുള്ളത് കൊടുത്തു. ഇങ്ങനെ കൊടുത്താൽ എന്താവും, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കൺസോൾ എടുക്കാം. ഇങ്ങനെ കൊടുത്തപ്പോൾ എന്തായി, റിസൾട്ടൊന്നും വന്നിട്ടില്ല. കാരണം എന്താ, നമ്മൾ രണ്ട് ഫംഗ്ഷൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ഫംഗ്ഷന് നമ്മൾ സെക്കൻഡ് ഫംഗ്ഷനകത്ത് കോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഫംഗ്ഷന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കോൾ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സെക്കൻഡ് ഫംഗ്ഷന് പുറത്ത് നമ്മൾ എവിടെയെങ്കിലും കോൾ ചെയ്താൽ മാത്രമേ ഈ ഫംഗ്ഷനുകളെല്ലാം എക്സിക്യൂട്ട് ആവുള്ളൂ. നമുക്ക് ഇനിയൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ എന്താ, സാമ്പിൾ ഫംഗ്ഷൻ 1, സാമ്പിൾ ഫംഗ്ഷൻ 2, ആ രണ്ട് ഫംഗ്ഷൻസും ഇപ്പോൾ എക്സിക്യൂട്ടായി. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് സാമ്പിൾ ഫംഗ്ഷൻ 1 സാമ്പിൾ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്തു. പിന്നെ സാമ്പിൾ 2 എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. സാമ്പിൾ 2 എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് സാമ്പിൾ 1നെ നമ്മൾ കോൾ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് സാമ്പിൾ ഫംഗ്ഷൻ 2 എന്നുള്ളത് ഇവിടെ കൺസോൾ ചെയ്തു. അതിന് ശേഷം എന്ത് ചെയ്തു, സാമ്പിൾ ഫംഗ്ഷൻ 2നെ നമ്മൾ കോൾ ചെയ്തു. ഇപ്പോൾ നമ്മൾ സാമ്പിൾ ഫംഗ്ഷൻ 2 എന്ന് പറയുന്നതിന് നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് ഇതെവിടെ വരും, ഇതിനകത്ത് വരും, ഈ ഫംഗ്ഷനകത്ത് വരും. ഈ ഫംഗ്ഷനകത്ത് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്ത് എക്സിക്യൂട്ട് ചെയ്യണം, ഈ സാമ്പിൾ ഫംഗ്ഷൻ 1 ഇവിടെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺട്രോൾ നേരെ എങ്ങോട്ട് പോകും, സാമ്പിൾ ഫംഗ്ഷൻ 1-നകത്തേക്ക് പോകും. അപ്പോൾ അവിടെ അതിനകത്ത് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് സാമ്പിൾ 1 എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രിൻ്റ് ആവും. അതാണ് ഇവിടെ പ്രിൻ്റ് അയക്കുന്നത്. ഇവിടെ സാമ്പിൾ ഫംഗ്ഷൻ 1 എന്ന് പറയുന്നത് പ്രിൻ്റായി. അതിനുശേഷം എന്ത് ചെയ്യും, അതിനുശേഷം അടുത്ത ഫംഗ്ഷനെ എക്സിക്യൂട്ട് ചെയ്യും, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താ, സാമ്പിൾ ഫംഗ്ഷൻ 2 എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു ഫംഗ്ഷൻ വീണ്ടും വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. സാമ്പിൾ ഫംഗ്ഷൻ 3 എന്നുള്ളത് ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, ഇതിനകത്ത് സാമ്പിൾ ഫംഗ്ഷൻ 3-കകത്ത് സാമ്പിൾ ഫംഗ്ഷൻ 2നെ കോൾ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, സാമ്പിൾ ഫംഗ്ഷൻ 3 എന്നുള്ളത് ഇവിടെ കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ ഏതിനെ കോൾ ചെയ്യണം, സാമ്പിൾ ഫംഗ്ഷൻ 3യെ കോൾ ചെയ്യണം. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായി, സാമ്പിൾ ഫംഗ്ഷൻ 1, സാമ്പിൾ ഫംഗ്ഷൻ 2, സാമ്പിൾ ഫംഗ്ഷൻ 3 എന്നുള്ളത് വന്നു. അതായത് നമ്മളിവിടെ കോൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൺട്രോൾ ആദ്യം പോകുന്നത് ഇങ്ങോട്ടാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, ഫസ്റ്റ് സാമ്പിൾ ഫംഗ്ഷൻ 2 കോൾ ചെയ്തു. സാമ്പിൾ ഫംഗ്ഷൻ 2 ഇവിടെ ഇത് വന്ന് സാമ്പിൾ ഫംഗ്ഷൻ 1നെ കോൾ ചെയ്തു. അപ്പോൾ ഇതാദ്യം എക്സിക്യൂട്ടായി. അതിനുശേഷം ഇത് സാമ്പിൾ ഫംഗ്ഷൻ 1 എന്നുള്ളത് പ്രിൻ്റായി. അതിനുശേഷം എന്ത് ചെയ്തു, സാമ്പിൾ ഫംഗ്ഷൻ 2-ൽ വരും. അതിനുശേഷം എന്ത് ചെയ്യും, സാമ്പിൾ ഫംഗ്ഷൻ 3 എന്നുള്ളത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കൺട്രോൾ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്, ഇതേ കളയാണ്. അടുത്തതായിട്ട് നമ്മളൊരു ഫംഗ്ഷന് എന്തെങ്കിലും ഒരു ഇവൻറ്റ്സിനകത്ത്, അതായത് ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ബട്ടനകത്തോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇവൻറ്റിനകത്ത് നമുക്ക് എങ്ങനെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാമെന്നുള്ളതാണ്. ആയിട്ട് ഞാൻ ഇവിടെ ഒരു ബട്ടനകത്ത് ഒരു ഓൺ ക്ലിക്ക് ഇവൻറ്റ് ചെയ്താണ്. ഞാനിവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. ബട്ടൺ ക്ലിക്ക് മീ എന്നുള്ളത് ഞാൻ ഇവിടെ ബട്ടൺ നെയിം കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനൊരു ഓൺ ക്ലിക്ക് ഇവൻറ്റ് എഴുതുകയാണ്. ഓൺ ക്ലിക്ക് ഫംഗ്ഷൻ്റെ നെയിം ഞാനിവിടെ ഒരു 2 നമ്പേഴ്സിനെ സം ചെയ്യാണ്. അപ്പോൾ സമ്മ് എന്നുള്ളൊരു നെയിം ഒരു ഫംഗ്ഷനാണ് ഞാനിവിടെ എഴുതുന്നത്. അപ്പോൾ സം എന്നുള്ളത്
അവിടെ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം, ബട്ടനകത്ത് നമ്മളത് കൊടുത്തു, സം എന്നുള്ള ഒരു ഇവൻ്റ് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്കിതിന് ഫങ്ഷൻ എഴുതണം അല്ലേ. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്ക്രിപ്റ്റിൻ്റെ ടാഗ് ഓപ്പൺ ചെയ്യാം. സ്ക്രിപ്റ്റിൻ്റെ ടാഗ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഒരു ഫങ്ഷൻ എഴുതി, ഫങ്ഷൻ സമ്മ. എന്നിട്ട് ഞാനിവിടെ ഈ ഫങ്ഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാനിവിടെ ഒരു അലേർട്ട് എന്ന് പറയുന്നൊരു ഇതിടുകയാണ്. അലേർട്ടിനകത്ത് ഹായ് എന്നുള്ളത് ഞാൻ കൊടുത്തു. എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ എന്താ ക്ലിക്ക് മീ എന്ന് പറയുന്നൊരു ബട്ടൺ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ അലേർട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഹായ് എന്നുള്ളൊരു അലേർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കോൾ ചെയ്യുന്ന, അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന ഇവൻ്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് അലേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ഇവിടെ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. വേറെ a ഈക്വൽ ടു 10, എക്ക് 10 എന്നുള്ളൊരു വാല്യൂ കൊടുത്തു. വേറെ b ഈക്വൽ ടു 20 എന്നുള്ള വാല്യൂ കൊടുത്തു. വേറെ c ഈക്വൽ ടു a പ്ലസ് b എന്നുള്ളത് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, അലേർട്ട് c, അതായത് എക്ക് 10 കൊടുത്തു, ബിക്ക് 20 കൊടുത്തു. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് എവിടെയുണ്ട്, സിയിലുണ്ട്. ആ സീനെ ഞാൻ എന്ത് ചെയ്തു, അലേർട്ട് ചെയ്തു. ഇത് ഏതിനകത്ത് എഴുതിയിരിക്കുന്നത്, അതായത് ഒരു ഓൺ ക്ലിക്ക് ഇവൻറ്റിനകത്ത് സം എന്ന് പറയുന്നൊരു ഫംഗ്ഷനിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾക്ക് ഇവിടെ റിസൾട്ടായിട്ട് എന്ത് കിട്ടണം, 30 എന്നുള്ള റിസൾട്ടാണ് നമുക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം എന്തായി, ഇവിടെ 30 എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോൾ നമ്മളിവിടെ എങ്ങനെ വാല്യൂ കൊടുത്തിട്ടുള്ളത്, വാല്യൂ നമ്മൾ ഇവിടെ ഫംഗ്ഷനകത്ത് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന് ഈ വേരിയബിൾസിനെ ഒരു പാരാമീറ്ററായിട്ട് എങ്ങനെ എടുക്കുക എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ പാരാമീറ്റേഴ്സായിട്ട് ഈ 10ഉം 20ഉം പാസ് ചെയ്യണം. 10,20 എന്നുള്ളത് പാരാമീറ്ററായിട്ട് പാസ് ചെയ്യണം ഇവിടെ. എന്നിട്ട് എന്ത് ചെയ്യണം, അവിടുന്ന് പാസ് ചെയ്ത ആ വാല്യൂസ് അതിവിടെ റീഡ് ചെയ്യണം അല്ലേ, ഫംഗ്ഷനകത്ത് റീഡ് ചെയ്യണം. അപ്പോൾ a,b എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ പാരാമീറ്ററായിട്ട് ആർഗ്യുമെൻറ്റ്സായിട്ട് ഇവിടെ എടുത്തു. എന്നിട്ട് നമുക്കതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പം എന്തായി, വീണ്ടും അതേ റിസൾട്ട് തന്നെ കിട്ടി. ആദ്യത്തേതിൽ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഫംഗ്ഷനകത്ത് തന്നെ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്യാണ്, എയ്ക്കും ബിക്കും ഓരോ വാല്യൂസ് ഇനീഷ്യലൈസ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, സം ഓഫ് 10,20, അതായത് സമ്മിൽ എയുടെയും ബിയുടെയും വാല്യൂ എന്ത് ചെയ്തു, ഓരോ പാരാമീറ്റേഴ്സായിട്ട് പാസ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ 10 എന്നുള്ള വാല്യൂ ബിക്ക് കിട്ടും, അതുപോലെ തന്നെ 20 എന്നുള്ള വാല്യൂ 10 എന്നുള്ള വാല്യൂ എയ്ക്ക് കിട്ടും, 20 എന്നുള്ള വാല്യൂ ബിക്ക് കിട്ടും. അതിനുശേഷം എന്ത് ചെയ്തു, വേർ സി ഈക്വൽ ടു a പ്ലസ് ബി, അതായത് 10 പ്ലസ് 20. എന്നിട്ട് എന്ത് ചെയ്തു, സിയെ നമ്മൾ എന്ത് ചെയ്തു, അലേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 10ഉം 20ഉം കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു വാല്യൂ, അതായത് 30 എന്നുള്ള വാല്യൂ നമുക്ക് റിസൾട്ടായിട്ട് അലേർട്ട് ചെയ്ത് കിട്ടിയില്ലേ. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക്കായിട്ട് ഫംഗ്ഷൻ്റെ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ തന്നെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.